പ്രത്യാശയുടെ തിരുപ്പിറവി. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എന്റെ വിനീതമായ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ ആയിരിക്കുന്നത് കാലാതീതമായ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന ഒരു സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. പ്രത്യാശയുടെ തിരുപ്പിറവി. ക്രിസ്തുമസ് ഡിസംബറിലെ മഞ്ഞിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർത്തേണ്ട ഒരു പ്രത്യാശയുടെ തിരുനാളമാകുന്നു. ക്രിസ്തുമസ് കാലം നമുക്ക് നൽകുന്ന സന്ദേശം കേവലം നക്ഷത്രങ്ങളുടെയോ സമ്മാന പൊതികളുടെയോ കാലമല്ല, മറിച്ച് അത് മനുഷ്യരാശി മുഴുവനുമുള്ള മഹത്തായൊരു പ്രത്യാശയുടെ സന്ദേശമാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ശാന്തമായൊരു രാത്രിയിൽ ലോകരക്ഷകൻ ഒരു എളിയ പുൽത്തൊട്ടിയിൽ പിറന്നു. രാജകൊട്ടാരങ്ങളുടെ മണിമണ്ഡപങ്ങളിലായിരുന്നില്ല, മറിച്ച് കാലിത്തൊഴുത്തിന്റെ ലാളിത്യത്തിലായിരുന്നു ആ തിരുപ്പിറവി. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. യഥാർത്ഥ പ്രത്യാശയും സ്നേഹവും ആർഭാടങ്ങളിൽ നിന്നോ അധികാരത്തിൽ നിന്നോ അല്ല വരേണ്ടത്, മറിച്ച് ലാളിത്യത്തിൽ നിന്നും എളിമയിൽ നിന്നും വിനീതയിൽ നിന്നുമാണ്. ആകാശത്ത് ഉദിച്ചു വരുന്ന ആ ദിവ്യതാരകം ഇരുളിൽ തപ്പിത്തടഞ്ഞ മനുഷ്യർക്ക് വഴികാട്ടിയായി. നക്ഷത്രം കണ്ട ജ്ഞാനികളും ആട്ടിടയന്മാരും തങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ലോകത്തിന് സമാധാനം നൽകുവാൻ വേണ്ടി പിറന്ന ആ രാജകുമാരനെ കാണുവാൻ ഓടിയെത്തി. ഈ ഓട്ടമാണ്, ഈ അന്വേഷണമാണ് യഥാർത്ഥ ക്രിസ്തുമസ് ചൈതന്യം. പ്രത്യാശയുടെ തിരുപ്പിറവി എന്ന ഈ വിഷയം ഒരു പ്രസംഗത്തിനപ്പുറം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ആശയമാണ്. പ്രത്യാശ, സമാധാനം, പങ്കിടൽ എന്നീ 3 മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ഈ ക്രിസ്തുമസ് കാലം ഫലദായകമാക്കാം. ഈ ക്രിസ്തുമസ് കാലം നമുക്ക് പ്രതീക്ഷകൾ കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നമുക്ക് സ്നേഹത്തിന്റെയും ഒരുമയുടെയും പ്രത്യാശയുടെയും തിരുനാളങ്ങൾ ജ്വലിക്കാം. ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.